ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് റവയും ക്യാരറ്റും കൊണ്ട് വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റോട് കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണട്ടോ. കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു കപ്പ് അളവിൽ റവ വേണം. ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് മൈദയാണ് കേട്ടോ. ഞാനിവിടെ ഒരു 3/4 കപ്പ് അളവിലാണ് മൈദ എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് റവക്ക് 3/4 കപ്പ് മൈദ എന്ന കണക്കിലാണ് ഇവിടെ എടുക്കേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്കൊരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ഏലക്ക ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാനിവിടെ ശർക്കര പാനിയാണ് ചേർക്കുന്നത് കേട്ടോ. ശർക്കര ഉരുക്കി നല്ലതുപോലെ അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ അഴുക്ക കണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലതുപോലെ അരിച്ചിട്ട് വേണം ഒഴിച്ചെടുക്കാനായിട്ട്. ഞാനിതാ ഇവിടെ മിക്സിയുടെ ജാറൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. വലിയ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എല്ലാം കൂടി ഒരുമിച്ച് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ തന്നെ ഒന്നുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇത് ഒരുപാട് അങ്ങ് ഫൈനായിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതിയാകും. ഇനിയിപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിതാ ഈ ഒരു മാവിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഇത് കുറച്ച് ടൈം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ഒരാവശ്യമില്ല. ഞാനിപ്പോൾ ഇത് ഇവിടെ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ടാണ് ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ പലഹാരത്തിനായിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കാനായിട്ട് പോകുന്നത് ക്യാരറ്റാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായി ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓയിലിലോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലോ ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ചുട്ടെടുക്കുന്നത്. ഓയിൽ നല്ലോണം ചൂടായിട്ട് വേണം ഈ ഒരു മാവ് ഇതിലേക്ക് കോരി ഒഴിക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു തവി മാവ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ ഇതുപോലൊന്ന് പൊങ്ങി വരും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഇതുപോലൊന്ന് ഇങ്ങനെ കോരി ഒഴിക്കാം. അപ്പോൾ നല്ലതുപോലെ പൊങ്ങി വരും. ഈ ഒരു സമയം നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 വശവും നല്ലതുപോലെ ഒന്ന് ചുട്ടെടുക്കാവുന്നതാണ്. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട് കേട്ടോ. ഉൾവശമൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം. ഈ ഒരു പലഹാരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ചട്ടി ഉണ്ടല്ലോ, അതിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മാവ് കോരി ഒഴിച്ച് ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പിലാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇഷ്ടം അങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ചുട്ടെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നത് മുന്നായിട്ട് നമ്മൾ ഇതിലേക്ക് തേങ്ങ ചേർത്തല്ല. ആ ഒരു സമയം നിങ്ങൾക്ക് ഇതിലേക്ക് കൂടുതലായിട്ട് തേങ്ങ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പലഹാരത്തിന് ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ തേങ്ങ കൂടുതൽ ഇട്ടെടുക്കുന്നതിനനുസരിച്ച് ഈ ഒരു പലഹാരത്തിൻ്റെ ടേസ്റ്റും കൂടും കേട്ടോ. അപ്പോൾ ഇവിടെ ഓരോന്നായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പലഹാരം കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ നെയ്യപ്പത്തിൻ്റെ അതുപോലെ തന്നെയാണ് നല്ല സോഫ്റ്റായിട്ടാണ് നമുക്കൊരു പലഹാരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഇഷ്ടാവുന്ന നല്ലൊരു പലഹാരം കൂടിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മസ്റ്റായിട്ടും നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്